ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? വരും നമുക്ക് ഒരുമിച്ച് വീഡിയോയിലേക്ക് പോകാം. ആദ്യം കല്ലുമ്മക്കയിലെ തോടിന് പുറത്തുള്ള അഴുക്ക് ചുരണ്ടി വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കല്ലുമ്മക്കായ വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ ഇതിൻ്റെ തോട് പെട്ടെന്ന് തുറന്ന് കിട്ടും. ഇത് തുറന്ന് അതിനുള്ളിലെ വേസ്റ്റും നാരും എടുത്ത് കളയുക. വേവിച്ച കല്ലുമ്മക്കായ നന്നായി കഴുകി വൃത്തിയാക്കി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പും, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് 5 മിനിറ്റ് മാറ്റി വെക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കറിവേപ്പിലയും നേരത്തെ മസാല പുരട്ടി വെച്ച കല്ലുമ്മക്കായും ചേർത്ത് പൊരിച്ചെടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പച്ചമുളക്, ക്യാപ്സിക്കം, ചെറിയ ഉള്ളിയും സവാളയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് വഴറ്റി വരുമ്പോൾ തക്കാളി ഇട്ട് ഇളക്കി മൂടി വെക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയതിലേക്ക് നേരത്തെ പൊരിച്ചു മാറ്റിയ കല്ലുമ്മക്കായ ചേർത്തിളക്കി കുറഞ്ഞ തീയിൽ 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ വളരെ രുചികരമായ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് ഇവിടെ റെഡിയായി. എല്ലാവരും ഈ കല്ലുമ്മക്കായ റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.